നമ്മുടെ സർഫസ് ട്രാൻസ്പോർട്ട് മന്ത്രി നിതിൻ ഗഡ്കരി ഒരു അത്ഭുത ജീവിയാണ്. രാഷ്ട്രീയക്കാരിൽ അത്യന്തം അത്ഭുത ജീവിയാണ് നിതിൻ ഗഡ്കരി. കാരണം അദ്ദേഹം പരാജയം തുറന്ന് സമ്മതിക്കും എന്നുള്ളതാണ്. കേരളത്തിലെ നാഷണൽ ഹൈവേ 66 അവിടെ പൊട്ടലും ചീറ്റലും ഇടിഞ്ഞു വീഴലും ഒക്കെ സംഭവിച്ചിട്ട് 2-3 ദിവസമേ ആയുള്ളൂ. ആദ്യം അദ്ദേഹം കോൺട്രാക്ടർമാരെ ടെർമിനേറ്റ് ചെയ്തു. അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, കോൺട്രാക്ടർമാരെ ടെർമിനേറ്റ് ചെയ്താൽ പോരാ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കാണ് ഇതിൻ്റെ ചാർജ്, അതിൻ്റെ ഉത്തരവാദി അവരാണ്. ഞാൻ ഡോക്ടർ എം വിശ്വേശ്വരയ്യയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ആ വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ ചിലർ കണ്ടു കാണും, ചിലർ കാണാത്തവരുണ്ടാകും. അന്ന് എൻജിനീയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞിരുന്നു. എൻജിനീയറിംഗ് കമ്മ്യൂണിറ്റിക്ക് തന്നെ നാണക്കേടാണ്. 10 കിലോമീറ്റർ റോഡ് നേരെ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണപ്പോൾ എൻജിനീയർ എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇന്ന് ഇതേ ചിന്തയിൽ നിന്നായിരിക്കണം ഗഡ്കരി സൈറ്റ് എൻജിനീയറെ പിരിച്ചുവിട്ടു. NHAയുടെ ഈ പോർഷൻ നോക്കുന്ന ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കും ഒരു എൻജിനീയറെ വർക്ക് ശരിയായില്ല എന്ന് പറഞ്ഞ് പിരിച്ചുവിടുന്നത്. ആദ്യത്തെ സംഭവമായിരിക്കും. അയാൾ കേസിന് പോകും, ചിലപ്പോൾ ജയിച്ചെന്നും ഇരിക്കും കേട്ടോ. കാരണം നമ്മുടെ കോടതിയൊക്കെ ഈ ഇനെഫിഷ്യൻസിക്ക്, ഈ കറപ്ഷന്, ഈ തെമ്മാടിത്തരത്തിന് ഒക്കെ കൂട്ടു നിൽക്കുന്നവരാണ് നമ്മളുടെ കോടതികൾ. അവരിത് കിള്ളിപ്പൊളിച്ച് അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഈ വകുപ്പ് പാലിച്ചില്ല, ആ ചട്ടം പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻജിനീയറെ തിരിച്ച് ജോലിക്ക് കയറ്റും. അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം, തിരിച്ച് ഗഡ്കരിയെ തൂക്കിക്കൊല്ലണം എന്നൊക്കെ പറയും. ബട്ട് വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ആക്ഷൻ ഗഡ്കരി എടുത്തു. മിനിഞ്ഞാന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് ഡോക്ടർ ഇ ശ്രീധരൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത്, ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പറിന്. അതിൽ ശ്രീധരനും ഇത് പറഞ്ഞിരുന്നു. ഇതിൻ്റെ പ്രധാന ഉത്തരവാദി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ബാക്കിയുള്ളവരെ, വെറുതെ താഴെയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനുശേഷം കോൺട്രാക്റ്റ് വാങ്ങിച്ചു, സബ് കോൺട്രാക്റ്റ് കൊടുത്തു, അതിനകത്ത് അഴിമതിയുണ്ട്. ഇതെല്ലാം ഗഡ്കരി കണ്ടുപിടിച്ചിട്ട് സംശയം തോന്നിയിട്ട് ഈ കോൺട്രാക്ടർമാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തു. കോൺട്രാക്റ്റിൽ നിന്ന് സബ് കോൺട്രാക്റ്റിൽ പോകുന്നിടത്ത് അനാവശ്യമായ മാർജിൻ ആരോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സംശയം തോന്നി സബ് കോൺട്രാക്ടറെയും ഇനി കോൺട്രാക്റ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല കോൺട്രാക്ടറോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ ചെലവിൽ വയാഡക്റ്റായിട്ട് ഈ റോഡ് പണിയണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് തൂണുകളുടെ പുറത്ത് പോകുന്ന റോഡ്, പാടം കീറി മുറിച്ച് എംപാങ്ക്മെൻ്റ് ഉണ്ടാക്കി ഈ റോഡ് പോകണ്ട. ഇത് ഈ ശ്രീധരൻ നേരത്തെ മുതൽ പറയുന്നതാണ്. നമ്മളുടെ കേരളയിൽ വന്നപ്പോൾ മുതൽ ഈ ശ്രീധരൻ പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന ഉറപ്പ് കേരളത്തിന് ഇല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെന്നേ, സഹ്യപർവ്വതത്തിനും അറബിക്കടലിനും ഇടയ്ക്കുള്ള ചെറിയൊരു സ്ഥലമാണ് കേരളം. അത്ര ഉറപ്പുള്ള ഭൂമിയൊന്നും നമുക്കില്ല. പർവ്വതത്തിൻ്റെ എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗം, അതിനൊരല്പം ഉറപ്പുണ്ട്. കാരണം പർവ്വതത്തോട് ചേർന്ന് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട്. പിന്നെ ഇടനാട്, പിന്നെ തീരപ്രദേശത്ത് 3-4 അടി കുഴിച്ചാൽ തന്നെ വെള്ളം വരും, ഇല്ലേ? തീരപ്രദേശത്ത് ജീവിക്കുന്നവർക്കറിയാം. ഞാൻ തീരപ്രദേശത്ത് ജീവിച്ചവനാണ്, ഇപ്പോഴും ജീവിക്കുന്നവനാണ്. 4 അടി കുഴിച്ചാൽ വെള്ളമാണ്, അല്ലെങ്കിൽ ചെളിയാണ്. ഇങ്ങനെയുള്ള പ്രദേശത്തെ കൺസ്ട്രക്ഷൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഭാരമൊന്നും താങ്ങാൻ ഭൂമിക്ക് സാധ്യമല്ല കേരളത്തിൽ. അപ്പോൾ അത് സാധ്യമാക്കുന്ന ടെക്നോളജി ഉപയോഗിക്കണം. അതിന് പൈസ കൂടുതൽ ചിലവാകും. ശരി, നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് വാഹനങ്ങൾ ഓടണം. 3 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് നിന്ന് കാസർഗോഡ് എത്തണം, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് 5 മണിക്കൂർ കൊണ്ട് എത്തണം. അത് ഞാനും മനസ്സിലാക്കുന്നു. എനിക്കും വേഗം എത്തിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള എൻജിനീയറിങ് വേണ്ടേ? അതല്ലാതെ ചുമ്മാ അങ്ങോട്ടൊരു വരമ്പ് പോലെ റോഡ് പണിഞ്ഞിട്ട് അതിലൂടെ വണ്ടി പോകുന്നതിന് മുമ്പേ അത് പൊളിഞ്ഞു പോകുന്ന അവസ്ഥ നമുക്ക് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ?
ഞാൻ ഗഡ്കരിക്ക് സല്യൂട്ട് കൊടുക്കുന്നത് ഈ ഒരു കാര്യത്തിനാണ്. ഒരു കാര്യം ഓർക്കണം, 42 വർഷം കിടന്നു പോയതാണ് ആലപ്പുഴ ബൈപ്പാസ്. 42 വർഷം. ആരുടെ കുറ്റമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഉത്തരവാദിത്വമില്ല. കേന്ദ്ര സർക്കാരിനുമില്ല, കേരളത്തിലുമില്ല, ഒരു പുണ്ണാക്കനും ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനില്ല. ഗഡ്കരി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ ബൈപ്പാസ് പൂർത്തിയാക്കി, ആലപ്പുഴ ബൈപ്പാസ് 42 വർഷത്തിന് ശേഷം. എന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഗഡ്കരി വന്നില്ല. അദ്ദേഹത്തിന് സമയമില്ല, ഞാൻ വേറെ ജോലിയിലാണ്, നിങ്ങളങ്ങ് നടത്തിക്കോ എന്ന് പറഞ്ഞു. ഇങ്ങനൊരു മന്ത്രിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉദ്ഘാടനം ഏതെങ്കിലും മന്ത്രി വിടുന്ന കേസാണ്. ഉദ്ഘാടനത്തിൻ്റെ ലൈവ് കാണിക്കുക, അതിൻ്റെ ഫേസ്ബുക്ക് ലൈവ്, അതിൻ്റെ യൂട്യൂബ്, അതിൻ്റെ പത്രപരസ്യം, ഇതൊക്കെയായിട്ട് പിണറായി വിജയനൊക്കെ ആണെങ്കിൽ തലകുത്തി നിൽക്കും ഒരു ഉദ്ഘാടനത്തിന്. ബട്ട് ഗഡ്കരി പറഞ്ഞു ഐ ആം ബിസി, നിങ്ങൾ യു ക്യാരി ഓൺ. എന്നിട്ട് ഓൺലൈനിൽ അദ്ദേഹം ചെറിയൊരു പ്രസംഗം 5 മിനിറ്റോ മറ്റോ നടത്തി. അന്ന് PWD മിനിസ്റ്ററായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ജി സുധാകരൻ പറഞ്ഞു, ഇതുപോലെ മാന്യനായൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ പോയി കണ്ടാൽ 5 മിനിറ്റിനകം ആ കാര്യം അങ്ങ് സാധിക്കും. സുധാകരൻ ഒരിക്കലും പോയിരുന്നു ഗഡ്കരിയെ കാണാനായിട്ട്. സുധാകരൻ്റെ ഒരു പ്രത്യേകത, സുധാകരൻ കറപ്റ്റ് അല്ല. ഞാനിത് പറയുമ്പോൾ സംഘപരിവാറിലുള്ളവർ എന്നോട് ദേഷ്യപ്പെടരുത്, ഞാൻ സത്യമാണ് പറയുന്നത്. ജി സുധാകരൻ എന്ന PWD മിനിസ്റ്റർ, അദ്ദേഹം കറപ്റ്റല്ല, ആയിരുന്നുമില്ല. PWDയെ ചൊല്ലി ഒരുപാട് കറപ്ഷൻ ചാർജസൊക്കെ അന്നും വന്നിരുന്നു. ബട്ട് അതിലൊന്നും സുധാകരന് പങ്കുള്ളതായിട്ട് ആരും ആരോപിച്ചു പോലുമില്ല. സുധാകരൻ ഒരു ഷോർട്ട് ടെമ്പേർഡ് മനുഷ്യനാണ്, അത് ശരിയാണ്, പെട്ടെന്ന് ദേഷ്യം വരും, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അതല്ലാതെ അന്യഥ വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് സുധാകരൻ. സുധാകരൻ മന്ത്രിയായിരുന്നപ്പോഴോ അല്ലാത്തപ്പോഴോ ഒരിക്കലും ഫോറിൻ ട്രിപ്പ് നടത്തിയിട്ടില്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര തവണ ഫോറിൻ ട്രിപ്പ് നടത്തി, എന്തിന് നടത്തിയെന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ പോലും അദ്ദേഹം പറയില്ല. എന്താ അദ്ദേഹത്തിൻ്റെ അസുഖം പറയില്ല, എത്ര കാശ് ചിലവായി പറയില്ല. ഇങ്ങനെയുള്ളവരുടെ നടുക്കാണ് ജി സുധാകരൻ എന്നത്. ജി സുധാകരൻ അന്ന് ആലപ്പുഴയിൽ തുറന്നു പറഞ്ഞു, നിതിൻ ഗഡ്കരി മാന്യനാണ്, അങ്ങേരുടെ അടുത്ത് പോയാൽ കാര്യം നടക്കും. സുധാകരൻ അന്നത്തെ ഒരു സംഭവം പറഞ്ഞു. കേരളത്തിൻ്റെ ഒരാവശ്യം കേന്ദ്ര സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിക്ക് അയച്ചു. കുറേ കാലമായി ഒന്നും നടന്നില്ല. പിന്നീട് ഒരിക്കൽ സുധാകരൻ പോയി ഗഡ്കരിയെ കണ്ടു. ഗഡ്കരി സെക്രട്ടറിയെ വിളിപ്പിച്ചു. സെക്രട്ടറി പറഞ്ഞു, സാർ ഒരു അല്പം സമയമെടുക്കും, ഒരു 90 ദിവസം എടുക്കും, അത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ഓ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് സുധാകരൻ തിരിച്ചു വന്നു. 90 ദിവസം പോയിട്ട് 900 ദിവസമായിട്ട് ഈ കാര്യം നടന്നില്ല. അടുത്ത ട്രിപ്പിന് ഡൽഹിയിൽ പോയപ്പോൾ സുധാകരൻ പോയിട്ട് വീണ്ടും ഗഡ്കരിയെ കണ്ടു. ഗഡ്കരി സുധാകരനോട് ഇരിക്കാൻ പറഞ്ഞു. ആ സെക്രട്ടറിയെ വീണ്ടും വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ ഈ കാര്യം സാധിക്കാത്തത്? അല്ല സാർ, അത് ഞാനത് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിപ്പോൾ മിനിസ്റ്റർ കേരള ഹൗസിലല്ലേ താമസം, ഞാൻ ഒരു കാര്യം ചെയ്യാം, മിനിസ്റ്റർ ഫ്ലൈറ്റിന് പോകുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുപോയി ഞാനിത് ഓർഡർ റെഡിയാക്കി കൊണ്ടുപോയി കൊടുക്കാം. ഗഡ്കരി പറഞ്ഞു, നത്തിങ് ഡൂയിങ്, ഐ ആം ഗിവിങ് യു 5 മിനിറ്റ്സ്. ഈ സാധനം എൻ്റെ മുമ്പിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കണം. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മനുഷ്യൻ തൊഴിലില്ലാതെ തെക്ക് വടക്ക് നടക്കുന്ന മനുഷ്യനൊന്നുമല്ല, കേരളത്തിൻ്റെ PWD മിനിസ്റ്ററാണ്. ഹീ ഈസ് ബിസി. നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് അന്വേഷിച്ച് അതിനു മുമ്പ് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കാമെന്നൊക്കെ പറയും. നിങ്ങൾക്ക് ജോലിയൊക്കെ 3 മാസം മുമ്പല്ലേ നിങ്ങളെനിക്ക് വാക്ക് തന്നത്? വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. ഇപ്പോൾ കിട്ടണം 5 മിനിറ്റിനകം. 5 മിനിറ്റിനകം കൊണ്ടുവന്നു, ഒപ്പിട്ട കടലാസ് കൊണ്ടുവന്നു. സുധാകരൻ ഹാൻഡ് ഓവർ ചെയ്തു. സോറി സർ ഫോർ ദ ഡിലേ എന്ന് ഗഡ്കരി പറഞ്ഞു. സുധാകരൻ തിരിച്ചു വന്നു. ഇത് സുധാകരൻ തന്നെ പറഞ്ഞ കഥയാണ്. ഗഡ്കരി ഈസ് ഡാം സീരിയസ് അബൌട്ട് തിങ്സ്. അതുകൊണ്ടാണ് ഈ നാഷണൽ ഹൈവേയിലെ എഞ്ചിനീയറെ പിരിച്ചുവിട്ടത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നാഷണൽ ഹൈവേയിലെ ഡയറക്ടറെയും പിരിച്ചുവിടണമായിരുന്നു. ശരി, അദ്ദേഹം സംയമനം പാലിച്ചിട്ട് സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, പെൻഡിങ് എൻക്വയറി. ഇതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇനി പാടം നികത്തിയുള്ള പണി വേണ്ട, വയാഡക്റ്റായിട്ട് പണിയണം, അത് കോൺട്രാക്ടർ ചിലവിൽ പണിയണം. ഈ ഡിസൈൻ സബ് കോൺട്രാക്റ്റ് കൊടുക്കുന്നത് പുതിയ സമ്പ്രദായമൊന്നുമല്ല. ഞാൻ പവർ സ്റ്റേഷൻ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഡിസൈൻ സബ് കോൺട്രാക്റ്റ് ചെയ്തിരുന്നു.
ഞാനല്ല ചെയ്തത്, മാനേജ്മെൻറ്റ് ചെയ്തിരുന്നു. ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് കൃത്യം രൂപമില്ല, പക്ഷെ നമുക്ക് ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. ആ സമയത്ത് ഡിസൈൻ സബ് കോൺട്രാക്റ്റ് ചെയ്യും. ഡിസൈൻകാരന് ഇതെല്ലാം നമ്മുടെ ആവശ്യവും അവിടുത്തെ പരിസ്ഥിതിയും പഠിച്ചിട്ട് ഡിസൈൻ ചെയ്ത് നമുക്ക് തരും. നമ്മൾ അയാളോട് കണ്ടിന്യൂസ് ചോദ്യങ്ങൾ ചോദിക്കും. ഇത് നോക്കിയോ, അത് നോക്കിയോ, മറ്റേത് നോക്കിയോ, ഇങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഇതൊക്കെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് ഫൈനലി ഈ ഡിസൈൻ അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന കൺസൾട്ടൻറ്റിന് അല്ലെങ്കിൽ കമ്പനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അവരെ ക്യാൻസൽ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവരെ അപ്രൂവ് ചെയ്ത എൻജിനീയർ, അവരുടെ പ്രവൃത്തി അതനുസരിച്ചുള്ള പ്രവൃത്തി ചെയ്യുന്നവനാണ് കോൺട്രാക്ടർ. ആ കോൺട്രാക്ടറെ സൂപ്പർവൈസ് ചെയ്യുന്ന എൻജിനീയർ, ഇവർക്കെല്ലാം പ്രാഥമികമായി ഈ പ്രശ്നത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് ഗഡ്കരി അവരെ പിരിച്ചുവിടുകയും സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. എന്തുമായിക്കോട്ടെ, നാഷണൽ ഹൈവേ പ്രോജക്റ്റിൽ ഇത് വലിയൊരു പാഠമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും. എന്താ കേരള സർക്കാരിന്? ഡോക്ടർ ഇ ശ്രീധരൻ ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ ഈ പ്രശ്നങ്ങൾ, ഈ ഹൈവേ തന്നെ ശരിയല്ല എന്നുള്ളതാണ് ശ്രീധരൻ്റെ പോയിൻ്റ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഈ സാധനം തന്നെ ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം മുഹമ്മദ് റിയാസിനെ കത്തയച്ചിരുന്നു. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ചോദിച്ചു, അല്ല സാർ, മുഹമ്മദ് റിയാസിന് കത്തയച്ചിട്ട് എന്താ കാര്യം? അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ PWDയിൽ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞ് ഒരു സബ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അതിലൊരു ചീഫ് എഞ്ചിനീയർ, 2 സൂപ്രണ്ടിങ് എഞ്ചിനീയർ, സ്റ്റാഫ് ഒക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ ജോലി എന്താ? ഇതിലെല്ലാം ഇടപെട്ട് ഇതൊക്കെ ശരിയാണോ, അവനവൻ്റെ സ്റ്റേറ്റിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നറിയുക, പറയുക, ഫീഡ്ബാക്ക് കൊടുക്കുക, അത് ശരിയാക്കുക, ഇതൊക്കെയാണ് ഈ ഗ്രൂപ്പിൻ്റെ ജോലി. പക്ഷേ ആണ്ടിൽ ഇവരെല്ലാം കൂടെ ചേർന്ന് 40 കോടി രൂപ ശമ്പളം പറ്റുന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിലും അവരിടപെടാറില്ല, അവരെ പബ്ലിക് രംഗത്ത് കാണാറില്ല, ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ മുഹമ്മദ് റിയാസിന് എന്തുകൊണ്ട് കത്തെഴുതിയെന്നല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. മുഹമ്മദ് റിയാസിന് ചോദിക്കുക, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ കുറച്ച് പേര് ഇരിപ്പുണ്ട് ഹൈവേ സൂപ്പർവിഷന് വേണ്ടിയിട്ട്, അവർ 40 കോടി രൂപ ശമ്പളവും മേടിക്കുന്നുണ്ട്, ഇവരൊക്കെ എന്താണോ ചെയ്യുന്നത് എന്ന് മുഹമ്മദ് റിയാസിനോട് ചോദിക്കണം എന്നായിരുന്നു ഇ ശ്രീധരൻ പറഞ്ഞത്. അത് ശരിയുമാണ്. നമുക്കുമുണ്ട്, നമ്മുടെ സ്റ്റേറ്റിന്, സംസ്ഥാനത്തിന് കേന്ദ്രത്തിൻ്റെ പദ്ധതിയിൽ ഞങ്ങളും കൂടെ ചേർന്ന് ഈ റീല് ഇട്ടടിക്കുക, മറ്റേ ഫേസ്ബുക്കിൽ കിടന്ന് കളിക്കുക, ഇതെല്ലാം ചെയ്യുന്ന മുഹമ്മദ് റിയാസിന് ഇതിൻ്റെ സൂപ്പർവിഷന് ചുമതലയില്ലേ? ഉണ്ട്. ആ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് എൻജിനീയർമാർ ഇല്ലേ? ഉണ്ട്. ആ എൻജിനീയർമാരെല്ലാം സുഖമായിട്ട് ഇപ്പോഴും വീട്ടിലിരിക്കുന്നില്ലേ? ഉണ്ട്. അവരിൽ ആർക്കെതിരെ എന്തെങ്കിലും നടപടി മുഹമ്മദ് റിയാസ് സ്വീകരിച്ചോ? ഇല്ല. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞോ? ഇല്ല. ഇത് ഇ ശ്രീധരൻ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് ഇങ്ങനൊരു വകുപ്പ് PWDക്കുണ്ട്. കേന്ദ്രം ചെയ്യുന്ന പദ്ധതികൾ, റോഡ് പദ്ധതികൾ, പാലം, ഇതിനെയെല്ലാം സൂപ്പർവൈസ് ചെയ്യാനും ഇടപെടാനും ഫീഡ്ബാക്ക് കൊടുക്കാനും ഉടക്കി വയ്ക്കാനല്ല, പോസിറ്റീവായിട്ട് അതിൻ്റെ കൂടെ നിന്ന് സഹായിക്കാനുള്ള ഒരു വകുപ്പ് PWDക്കുള്ളിലുണ്ട് എന്നുള്ള വിവരം ശ്രീധരൻ പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത്. അതുകൊണ്ട് മുഹമ്മദ് റിയാസിനും ഇതിലൊരു ഉത്തരവാദിത്വമുണ്ട്. മുഹമ്മദ് റിയാസ് ആരെങ്കിലും പിരിച്ചുവിടുകയോ സസ്പെൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല, കാരണം ഇവരൊക്കെ ഒരു കമ്പനിയല്ലേ. പക്ഷേ അങ്ങനെയല്ല ഗഡ്കരി അഴിമതിയെ അഴിമതി എന്ന് വിളിക്കുന്നവനാണ്. കോളിങ് എ സ്പെയ്ഡ്. അതുകൊണ്ടാണ് ഗഡ്കരിക്ക് സല്യൂട്ട് എന്ന് ഞാൻ പറയുന്നത്. താങ്ക് യു.